ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡും മുട്ടയും ഉപയോഗിച്ചിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നമുക്ക് കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന അതേ ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇത് നമുക്ക് കുട്ടികൾ സ്കൂളിലിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിലേതെങ്കിലും ഗസ്റ്റ് വരുമ്പോഴോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്കാണ്. ഉണ്ടാക്കാനധികം സമയമൊന്നും എടുക്കില്ല. പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണിത്. അപ്പോൾ നമ്മൾ പല പല വെറൈറ്റി സ്നാക്കുകൾ ട്രൈ ചെയ്യാറുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും. അപ്പോൾ ഞാനിത് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് എന്തൊക്കെ ചേരുവകളാണ് എടുത്തിട്ടുള്ളത്, എങ്ങനെയാണ് ഞാനിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് ബ്രെഡും എടുത്തിട്ടുണ്ട്, പിന്നെ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഈ സ്നാക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായ ശേഷം നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ഒരു വലിയ സവാള ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. ഇപ്പോൾ ഏകദേശം സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ്. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൂടുതൽ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഞാനൊരു 3 ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിന് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഏകദേശം ഞാനിത് 1-2 മിനിറ്റ് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് പൊടികളാണ്. അപ്പം ഞാൻ 3 പൊടികളാണ് ചേർക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ അവസാനമായിട്ടൊരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിനെ കൂടി നമുക്കൊരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം പൊടികളുടെ പച്ചമണമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഞാൻ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മളുടെ കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല ഡ്രൈ ആയിട്ട് വരണം. ഇപ്പോൾ ഏകദേശം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ നമ്മളുടെ ബ്രെഡ് പാക്കറ്റ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ആവശ്യത്തിന് ബ്രെഡ് എടുക്കാം. ഇപ്പം ഞാനൊരു 4 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുത്താൽ മതി. നമുക്ക് ഈ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഈ കത്രിക ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പം ഞാൻ ഈ 4 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 ബ്രെഡും കൂടി എടുക്കാം. അപ്പോൾ ടോട്ടൽ 6 ബ്രെഡാണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടി സൈഡൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മളുടെ ബ്രെഡിൻ്റെ ഈ ഭാഗം നമുക്ക് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം ഞാനിതിവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റിന് ശേഷം നമ്മളുടെ മുട്ട ചിക്കിയത് ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളുടെ ബ്രെഡ് പൊടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇത് നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടാൻ പറ്റുന്ന പാകമായി വരുന്നത് വരെയാണ് കുഴച്ചെടുക്കേണ്ടത്. ഇനി അഥവാ നിങ്ങൾക്ക് അതുപോലെ ഉരുട്ടിയെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു 1 ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് നല്ല പാകമായി വന്നിട്ടുണ്ട്. നമുക്കിതിനെ കയ്യിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതൊരു ചെറിയ കുഞ്ഞു ഇഡ്ഡലി ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റോളോ ബോളോ
എന്ത് ഷേപ്പാണ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഷേപ്പാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ എല്ലാം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ സൈഡാണിത്. ഇതും കൂടി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം ഇതും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദ ചേർക്കുന്നുണ്ട്. നമുക്കിതിനെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അധികം തിക്കാവാത്ത കൺസിസ്റ്റൻസിയിലൊന്ന് കലക്കിയെടുക്കാം. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതൊരു പാകത്തെ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മുട്ട എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കലക്കിയെടുത്താലും മതി. അപ്പോൾ മുട്ട വേണ്ടവർക്ക് മുട്ട ഉപയോഗിക്കാം, ഇതുപോലെ വേണ്ടവർക്ക് ഇതുപോലെ ഉപയോഗിക്കാം. ഇനി നമുക്കിതിൽ ഓരോന്നായിട്ട് എടുത്തിട്ട് ഈ ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞെടുക്കണം. അപ്പോൾ ആദ്യം നമുക്കിത് മൈദ കലക്കിയെടുത്തതിൽ ഒന്ന് മുക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ ബ്രെഡ് ക്രംസ് കൊണ്ട് നന്നായിട്ട് പൊതിഞ്ഞെടുക്കാം. ഇതേ രീതിയിൽ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ഒന്നുകൂടി ഒന്ന് ഷേപ്പാക്കി എടുക്കാവുന്നതാണ്. ഞാൻ ഇതുപോലെ ചെയ്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. ഇപ്പം എല്ലാം ഞാനിവിടെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ ആവശ്യത്തിന് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 എണ്ണം വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. കൂടുതൽ വലിയ പാനാണ് എടുത്തെങ്കിൽ കൂടുതൽ നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഡീപ്പ് ഫ്രൈ വേണ്ടെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്തെടുത്താലും മതി. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മുട്ടയും ബ്രെഡും ഉപയോഗിച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ വീഡിയോ ആണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടണം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.